ദശാമി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കപ്പ കൊണ്ട് എന്തുണ്ടാക്കാം? കപ്പ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. കൊള്ളി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കപ്പ കിട്ടി കഴിഞ്ഞ പിള്ളേർ കപ്പ പുഴുക്ക് ഉണ്ടാക്കുക, കപ്പ പുഴുങ്ങുക, അതൊന്നും ഇഷ്ടം തന്നെയാണ്. പക്ഷെ അധികം കപ്പ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ പിള്ളേർക്ക് ഇഷ്ടം. ഇവിടെ മിക്കതും കപ്പ കിട്ടി കഴിഞ്ഞൂടെ ഒന്നെങ്കിൽ പുഴുങ്ങും അല്ലെങ്കിൽ കൂടുതലും കപ്പ ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക സമയങ്ങളും കപ്പ കിട്ടുമ്പോൾ കപ്പ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുക. ഇതിപ്പോൾ പൊടി കളയുന്നതാണ്. കപ്പ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ കാണിച്ചില്ല. നമ്മൾ കട്ട് ചെയ്ത് എല്ലാതും കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തെടുത്താൽ മതി. ചെടിയൊക്കെ കൊടുത്തോളൂ. വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം കൊല്ലി നൈസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ലൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ സ്ലൈഡ് വെച്ച് ചെയ്യുമ്പോൾ എന്താ പകുതിയായിട്ടാട്ടോ വരുന്നത്. കാണുന്നുണ്ടോ? അറിയില്ല വീഡിയോയിൽ കാണുന്നുണ്ടോന്ന്. പകുതിയായിട്ടാണ് വരുന്നത്. എന്തായാലും നമുക്ക് വറുത്ത് കിട്ടിയാൽ മതിയല്ലോ. നമ്മുടെ ഇങ്ങനെ നൈസായി കട്ട് ചെയ്യണ മെഷീനൊന്നും ഇല്ല. അപ്പോൾ ഈ ടൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ചെയ്യുമ്പോൾ അതിങ്ങനെ പകുതിയായിട്ടാണ് വരുന്നത്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്യട്ടെ. ഇതുപോലെ അങ്ങനെ അല്ലാതെ നമ്മൾ കപ്പത ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടോ. ഇതുപോലെയാണ് കിട്ടിയത് ഓരോന്നും കണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാതും ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കത് വറുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇതായിട്ടില്ല കേട്ടോ. ഇത് ബ്രൗണായി തുടങ്ങിട്ടാ. നമുക്കിത് എടുക്കാട്ടോ. അല്ലെങ്കിൽ കരിയെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലിടാം. ഞാൻ അടുത്ത് നമുക്ക് വറുക്കാം.
ഷേപ്പൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത്ര മതി. കട്ട കുത്തി നമ്മൾ തോന്നിട്ട് കഴിഞ്ഞാൽ അത് കട്ട കുത്തി ശരിയാവില്ല. ഇങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊന്ന് ഒരു ബ്രൗൺ ആവണ വരെ ഒന്ന് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ചേട്ടാ ഇത്രയും വറുത്ത് ഇനിയും വറുക്കാതിരിക്കുന്നുണ്ട്. അത് വറുക്കണം. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് വറുത്തിട്ടുള്ളൂ. ഇനി വറുക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വറുത്തെടുത്തിട്ട് ഇത്രയും നമ്മൾ വറുത്തെടുത്തു. അതിലേക്ക് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയ പോലെ ഇരിക്കണമെങ്കിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് പൊടി ഇട്ടാ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും മുളകൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ചല്ലേ വറുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുക. ഇങ്ങനെ ഏട്ടാ ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞിട്ടിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കുഞ്ഞിട്ട അഭിപ്രായം പറയൂട്ടാ കഴിച്ചിട്ട്. കുഞ്ഞിട്ട എങ്ങനെയുണ്ട്? നല്ലതാ? ഇഷ്ടായ? ഇഷ്ടായ? ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാ? കുഞ്ഞിട്ട് ഇത് ഒച്ചിരിപ്പിനോട് കഴിച്ചു തീർക്കൂട്ടാ. ഇഷ്ടമുള്ള ഒരു ഫുഡാണ് കുഞ്ഞിട്ടന്. വീഡിയോ ഇത്രയല്ലോ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ എല്ലാവരും.